ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസണിൽ ഏറ്റവും കയ്യടി നേടുന്ന താരങ്ങളിൽ ഒരാളാണ് വൈഭവ് സൂര്യവംശി എന്ന താരം. രാജസ്ഥാൻ റോയൽസ് ടീമിലേക്ക് എത്തിച്ച വൈഭവ് ഇപ്രാവശ്യം അത്ഭുത പ്രകടനമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. പ്രായം 14 മാത്രമുള്ള വൈഭവ് അരങ്ങേറ്റ മത്സരത്തിൽ നേരിട്ട ആദ്യ പന്തിൽ തന്നെ സിക്സർ പായിക്കുകയായിരുന്നു. തൊട്ടടുത്ത ഇന്നിംഗ്സിൽ 35 പന്തിൽ സെഞ്ചുറി നേടി IPLലെ വേഗ സെഞ്ചുറിക്കാരിൽ രണ്ടാമനായി മാറുകയും ചെയ്തു. മാത്രമല്ല IPLൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡിലേക്കും വൈഭവിനെത്താൻ സാധിച്ചിട്ടുണ്ട്. ഇടം കയ്യൻ ഓപ്പണർ ഇതിനോടകം തന്നെ എല്ലാവരുടെയും കയ്യടി നേടിക്കഴിഞ്ഞു. പ്രതിഭാശാലിയാണെന്ന് തെളിയിക്കാൻ 14കാരനായി വൈഭവിന് സാധിച്ചിട്ടുണ്ട്. പക്ഷെ സെഞ്ചുറിക്ക് പിന്നാലെയുള്ള ഇന്നിംഗ്സുകളിൽ ഡക്കിന് പുറത്താവുകയായിരുന്നു. നിരാശയോടെ താരം കളം വിട്ടത് വലിയ സംസാര വിഷയമായി മാറുകയും ചെയ്തു. അമിത പ്രശംസയാണ് വൈഭവിനെ ബാധിച്ചതെന്ന് പലരും ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഇതിനിടെ രാജസ്ഥാൻ നായകനായ സഞ്ജു സാംസൺ വൈഭവ് ഇന്ത്യൻ ടീമിലേക്ക് ഉടൻ എത്തുമെന്ന് അഭിപ്രായപ്പെടുകയുണ്ടായി. വൈഭവിനെ വാനോളം പ്രശംസിച്ച സഞ്ജു അടുത്ത വർഷം വൈഭവ് ഇന്ത്യൻ ടീമിലേക്ക് എത്തിയേക്കുമെന്ന തരത്തിൽ അഭിപ്രായപ്പെടുകയും ചെയ്തു. ഇപ്പോൾ സഞ്ജു സാംസൺ വൈഭവ് ഉടൻ തന്നെ ഇന്ത്യൻ ടീമിൽ എത്തുമെന്ന് പറഞ്ഞതിനോട് പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ഇതിഹാസ താരമായിട്ടുള്ള സുനിൽ ഗവാസ്കർ. അടുത്ത വർഷം കളിക്കാൻ വൈഭവിന് സാധിക്കുമോ എന്ന് നോക്കിയിട്ട് ഇന്ത്യൻ ടീമിനെ കുറിച്ച് ആലോചിക്കാമെന്നാണ് ഗവാസ്കർ പ്രധാനമായിട്ടും പറയുന്നത്. വൈഭവ് സൂര്യവംശി പ്രതിഭാശാലിയായ താരം എന്നതിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഇപ്പോൾ താരത്തിന് ലഭിക്കുന്നത് യഥാർത്ഥത്തിൽ അമിത പ്രശംസയാണ്. സ്വാതന്ത്ര്യത്തോടെ കളിക്കാൻ അനുവദിക്കുകയാണ് ആദ്യം വേണ്ടതും. അമിത പ്രതീക്ഷ നൽകി താരത്തിന്റെ കരിയർ ഇപ്പോൾ തകർക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ താരത്തിന്റെ പ്രകടനം മികച്ചതാണ്, പക്ഷേ പക്വതയിലേക്ക് എത്തേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. വൈകാരികമായി കാര്യങ്ങളെ കാണുന്ന വൈഭവിന് മാനസികമായി ഇനി കരുത്താർജിക്കുകയും വേണം. മാത്രമല്ല സാങ്കേതികപരമായി ഇനിയും താരം മെച്ചപ്പെടേണ്ടതുമുണ്ട്. ഇതിനെല്ലാം മുന്നേ ഇന്ത്യൻ ടീമിലേക്ക് വൈഭവ് എത്തുമെന്ന് പറയുന്നത് ശരിയല്ലെന്നും അത് താരത്തിന്റെ കരിയറിനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുന്നു എന്നുമാണ് ഗവാസ്കർ പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ വൈഭവിന്റെ കാര്യത്തിൽ ക്ഷമയാണ് കൂടുതലും വേണ്ടത്. ഏത് കായിക ഇനത്തിലാണെങ്കിലും തുടക്കത്തിലെ തന്നെ ഒരു താരത്തിന്റെയും കരിയറിനെ ഒരിക്കലും വിലയിരുത്താൻ കഴിയുകയില്ല. രണ്ടാമത്തെ സീസണിലെ പ്രകടനത്തിന് ശേഷമായിരിക്കും അത് പറയുക. അവസാന സീസണിലെ മികവ് ആവർത്തിക്കാൻ സാധിക്കുമോ എന്നതാണ് കൂടുതലും അറിയേണ്ട കാര്യം. അടുത്ത സീസണിലെ IPLന് മുമ്പ് ആഭ്യന്തര ക്രിക്കറ്റ് മത്സരങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇതിൽ കളിച്ച് മികവ് കാട്ടാൻ വൈഭവിന് കഴിയുകയും വേണം. ഇപ്പോഴേ വലിയ പ്രശംസ ലഭിക്കുന്നത് വൈഭവിന് കൂടുതൽ സമ്മർദ്ദത്തിലാക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. അതിനാൽ വൈഭവിന് ഇപ്പോൾ സമയം അനുവദിക്കുകയാണ് ആവശ്യമായിട്ടുള്ളത്. അവൻ കളിച്ചു വരട്ടെ എന്നും ഗവാസ്കർ തുറന്നു പറഞ്ഞു. മാത്രമല്ല വൈഭവ് സൂര്യവംശിക്ക് കാര്യങ്ങൾ എളുപ്പമാവില്ലെന്നും പറയാൻ കഴിയും. നിലവിൽ മികച്ച ഫിറ്റ്നസ് ഉള്ള വൈഭവ് പന്ത് നോക്കി കടന്നാക്രമിക്കുന്ന ബാറ്റിംഗ് ശൈലിയാണ് കൂടുതലും പുറത്തെടുത്തിരിക്കുന്നത്. മികച്ച സാങ്കേതികതയുള്ള ബാറ്റ്സ്മാനാണ് വൈഭവ് എന്ന് പറയാനും ഒരിക്കലും കഴിയില്ല. IPLലെ മികവ് കൊണ്ട് മാത്രം മുന്നോട്ട് വരാൻ വൈഭവിന് കഴിയുകയുമില്ല. ആഭ്യന്തര ക്രിക്കറ്റിലടക്കം മികവ് കാട്ടാൻ വൈഭവിന് സാധിക്കേണ്ടതുമുണ്ട്. എന്തായാലും പെട്ടെന്ന് ഇന്ത്യൻ ടീമിലേക്ക് വൈഭവ് എത്താൻ യാതൊരു സാധ്യതയുമില്ല എന്നതാണ് നിലനിൽക്കുന്നൊരു യാഥാർത്ഥ്യം. ഈ സീസണിലെ വരും മത്സരങ്ങളിൽ വൈഭവിന് എത്രത്തോളം മികവ് കാട്ടാൻ സാധിക്കുമെന്നതും കണ്ടറിയാം.